നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ടി.പി. ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികൾക്ക് നിരന്തരം പരോൾ നൽകുന്നതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ടി.പി. വധക്കേസിലെ 12ാം പ്രതി ജ്യോതിബാബുവിൻ്റെ പരോൾ അപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. എന്തുകൊണ്ട് ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നുവെന്ന് ചോദിച്ച ഹൈക്കോടതി ഇക്കാര്യം പരിശോധിക്കപ്പെടണമെന്നും പറഞ്ഞു. ഈ കേസിലെ പ്രതികൾക്ക് ഇങ്ങനെയുള്ള പരിഗണന ലഭിക്കാൻ എന്താണ് പ്രത്യേകതയെന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡിണ്ടിഗൽ സ്വദേശി ഡി മണിയെ SIT ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ഇന്നലെ രാവിലെ 10:30 മണിയും സഹായിയായ ബാലമുരുകനും SIT ഓഫീസിലെത്തിയത്. ഉച്ചയോടെ മണിയുടെ മറ്റൊരു സഹായ ശ്രീകൃഷ്ണനും ഹാജരായി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം രാത്രിയോടെയാണ് മൂന്നുപേരെയും വിട്ടയച്ചത്. മണിയെ ADGP H. വെങ്കടേഷ് രാവിലെ ചോദ്യം ചെയ്തു. തുടർന്ന് SIT അംഗങ്ങൾ ചോദ്യം ചെയ്തു. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്കുള്ള ബന്ധം തെളിയിക്കപ്പെട്ടാൽ ശബരിമല കേസിൽ അത് നിർണായകമായ ആവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ആരും നിഷ്കളങ്കരല്ലെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPM-ന് ക്ഷീണം ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മനഃപൂർവ്വം ചോദ്യം ചെയ്യൽ നീട്ടിവെക്കുകയായിരുന്നുവെന്നും കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്ന് സതീശൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും കൂടുതൽ നേതാക്കളുടെ പേര് റിമാൻഡിൽ ആയവർ പറയുമെന്ന ഭയത്തിലാണ് സർക്കാരെന്നും VD സതീശൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാതിരിക്കാൻ അന്വേഷണ സംഘത്തിന്മേൽ സർക്കാരിൻ്റെ ശക്തമായ നിയന്ത്രണവും ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ അന്വേഷണം ഇത്ര പോലും മുന്നോട്ട് പോകില്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേതാക്കളായ പ്രതികളെ CPM-ഉം സർക്കാരും തുടർച്ചയായി സംരക്ഷിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിലും വിമർശനം. വെള്ളാപ്പള്ളി നടേശന് മുഖ്യമന്ത്രി അതിരുവിട്ട് ന്യായീകരിച്ച് തെറ്റാണെന്നും മുഖ്യമന്ത്രിക്ക് മേൽ CPM-നും നിയന്ത്രണമില്ലെന്നും അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടി തിരുത്തിച്ചേനെ എന്നും CPI കൗൺസിൽ വിമർശനം ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ സ്ഥാനാർത്ഥി നിർണയവും പുനഃസംഘടനയും സംബന്ധിച്ച് മാനദണ്ഡമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ. ജനുവരി 4, 5 തീയതികൾ നടക്കുന്ന കോൺക്ലേവിൽ വിവിധ നേതൃത്വ സമിതികളിൽ നിന്നായി 170 മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന പോലെ നിയമസഭയിലേക്കും സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കാമെന്ന ധാരണയിലാണ് ഉള്ളതെന്നാണ് വിവരങ്ങൾ. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലേക്ക് BJP സ്ഥാനാർത്ഥികളെ ജനുവരി ആദ്യവാരം തീരുമാനിക്കാൻ സാധ്യത. സ്ഥാനാർത്ഥികളുടെ അതത് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നതിനൊപ്പം ജില്ലാ മണ്ഡല തലങ്ങളിൽ അഴിച്ചുപണി നടത്താനും തീരുമാനമായി. സ്ഥാനാർത്ഥികളെയും അതത് ജില്ലാ കമ്മിറ്റികളെയും ഇക്കാര്യം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കും. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ് വിവാദത്തിൽ പാർട്ടിയുമായി അനുനയത്തിന് ശ്രമിച്ച് കോൺഗ്രസ് വിമതർ. പുറത്താക്കപ്പെട്ട DCC സെക്രട്ടറി TM ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ 8 പഞ്ചായത്ത് അംഗങ്ങൾ റോജി M. ജോൺ MLA-യുമായി ചർച്ച നടത്തി. KPC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരമാണ് റോജി വിമതരുമായി ചർച്ച നടത്തിയത്. BJP-യുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ഒരംഗം പോലും BJP-യിൽ ചേർന്നിട്ടില്ലെന്നും ചർച്ചയിൽ TM ചന്ദ്രനും കൂട്ടരും റോജിയോട് വ്യക്തമാക്കി. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്നലെ വൈകിട്ട് 5-ന് നട തുറന്നു. ഇന്നലെ വൈകിട്ട് 5-ന് ക്ഷേത്രം തന്ത്രി മഹേഷ് മോഹൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി ET പ്രസാദ് നട തുറന്നു. തുടർന്ന് ശബരീശൻ്റെ വിഗ്രഹത്തിൽ ചാർത്തിയ വിഭൂതിയും താക്കോലും മേൽശാന്തിയിൽ ഏറ്റുവാങ്ങിയ ശേഷം മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയും ഗണപതിയും നാഗരാജവനെയും തൊഴുത് മാളികപ്പുറം ശ്രീകോവിൽ തുറന്നു. ബംഗളൂരു കൊഗുലു ലേഔട്ടിൽ അനധികൃത കയ്യേറ്റം എന്നാരോപിച്ച് വീടുകൾ തകർത്ത സംഭവത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ വിമർശിച്ച് A. റഹീം MP. കോൺഗ്രസ് സ്വന്തം നയങ്ങൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും ചെന്നുപെടുന്ന വലിയ കുഴികളിൽ നിന്ന് അവരെ പരിക്ക് കൂടാതെ കൈപിടിച്ച് കയറ്റാൻ പണിയെടുക്കുന്ന ഒരു കരാർ കമ്പനിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിൽ മുൻ MLA PV അൻവർ ഇന്ന് ചോദ്യം ചെയ്യലിന് EDക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യാൻ മാറ്റണമെന്ന് EDയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജനുവരി 7-ന് ഹാജരാകണം ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. KFC ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ വായ്പാ ദുരുപയോഗം നടത്തിയതായി ED നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്നലെ ഉച്ചയോടെയാണ് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ച് ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. കൊല്ലം പരവൂരിൽ പാൽ തലയിലൂടെ ഒഴിച്ച കർഷകൻ്റെ പ്രതിഷേധം. കൂനയിൽ ക്ഷീരോത്പാദന സംഘത്തിലായിരുന്നു യുവ കർഷകനായ വിഷ്ണുവിൻ്റെ പ്രതിഷേധം. തൻ്റെ പശുക്കളുടെ പാൽ മാത്രം പിരിഞ്ഞു പോകുന്ന സൊസൈറ്റിയുടെ വിചിത്രവാദമാണ് പ്രതിഷേധത്തിനിടയാക്കിയെന്ന് യുവാവ് പറഞ്ഞു. സൊസൈറ്റിയിൽ താൻ എത്തിക്കുന്ന പാൽ മറ്റ് കർഷകരുടെ പേരിൽ ബില്ലെഴുതി നൽകിയത് കണ്ട് പിടിച്ചുള്ള വൈരാഗ്യമാണ് പാൽ സ്വീകരിക്കാത്തതിന് കാരണമെന്നും കർഷകൻ ആരോപിക്കുന്നു.
കൊച്ചി ബിനാലയിലെ പ്രദർശിപ്പിച്ച ചിത്രത്തെ ചൊല്ലി വിവാദം. ബിനാലയുടെ ഭാഗമായി ഇടം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയ ടോം വട്ടക്കുഴിയുടെ ചിത്രമാണ് വിവാദമായത്. ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുവെന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും എറണാകുളം സ്വദേശി തോമസ് പരാതി നൽകി. 2014 ഭാഷാഭൂഷണി മാസികയിൽ പ്രസിദ്ധീകരിച്ച വിവാദമായ ചിത്രമാണ് ബിനാലയിൽ പ്രദർശിപ്പിച്ചതെന്നാണ് ആക്ഷേപം. മുതിർന്ന CPM നേതാവും ധർമ്മടം മുൻ MLA KK നാരായണൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഇന്നലെ പള്ളശ്ശേരി സ്കൂളിൽ പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പത്തനംതിട്ട വയ്യാറ്റുപുഴ വില്ലുന്നീർപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ മണിക്കൂറുകൾക്ക് നീണ്ട ശ്രമകരമായ ദൗത്യത്തിലൊടുവിൽ വനംവകുപ്പ് പുറത്തെടുത്തു. ഇന്നലെ പുലർച്ചെയാണ് ആൾമറ ഇല്ലാത്ത കിണറ്റിൽ കടുവ വീണെന്ന് മണിക്കൂർ നീണ്ടത്. രക്ഷാദൗത്യത്തിൽ മയക്കുവെടി വെച്ചാണ് കടുവയെ വലയിലാക്കിയത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി ആരോഗ്യം തൃപ്തികരമാണെന്നെങ്കിൽ കടുവയെ ഉൾവനത്തിൽ തുറന്നുവിടാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം. VK പ്രശാന്ത് MLA കോർപ്പറേഷൻ ഘട്ടത്തിൻ്റെ ഓഫീസ് വാദം വിടാതെ ശാസ്തമംഗലം കൗൺസിലർ R. ശ്രീലേഖ ശരീരമെടുത്ത് ഇന്നു മുതൽ സേവനം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് R. ശ്രീലേഖയുടെ പരോക്ഷ വിമർശനം. കഷ്ടിച്ച് 70-25 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തൻ്റെ ഇത്തിരി പോകുന്ന കുഞ്ഞു ഓഫീസ് മുറിയാണെന്നും കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും ശ്രീലേഖ പോസ്റ്റിൽ വിമർശിക്കുന്നുമുണ്ട്. വീട്ടിൽ നിന്ന് പിടങ്ങിയിറങ്ങിയ 16-കാരിയെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 2 പേരെ കൂടി കോഴിക്കോട് സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഷമീം, മുഹമ്മദ് റയീസ് എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരത്തെ കഴക്കൂട്ട് 4 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ കുറ്റം സംഭവിച്ച അമ്മയുടെ സുഹൃത്ത് കുഞ്ഞിനെ ടവൽ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊന്നത് താനെന്ന് ബംഗാൾ സ്വദേശിയായ അമ്മ മുന്നി ബീഗത്തിൻ്റെ സുഹൃത്ത് തൻവീർ ആലം പോലീസിനോട് പറഞ്ഞു. ഞായറാഴ്ചയാണ് കഴക്കൂട്ടത്തെ ലോഡ്ജിലാണ് മുന്നി ബീഗത്തിൻ്റെ മകൻ ഗിൽദാർ കൊല്ലപ്പെട്ട് 2 ദിവസം നീണ്ടുന്ന ചോദ്യങ്ങൾക്കൊടുവിലാണ് തൻവീർ ആലം കുറ്റസമ്മതം നടത്തിയത്. മുന്നി ബീഗവും തൻവീർ ആലവും തമ്മിലുള്ള തർക്കത്തിൽ പ്രകോപിതനായ കുഞ്ഞിനെ ആക്രമിച്ചെന്നാണ് തൻവീർ പോലീസിനോട് പറഞ്ഞത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.